നമസ്കാരം. സംസ്ഥാനത്തെ നടുക്കിയ അനധികൃത വൃക്ക കച്ചവട കേസിൽ മുഖ്യപ്രതി കാസർഗോഡ് മേൽപ്പറമ്പ് സ്വദേശിയായ മുഹമ്മദ് നജീബ് ഡൽഹിയിൽ നിന്നും അറസ്റ്റിലായി. അവയവദാനത്തിന്റെയും ചാരിറ്റി പ്രവർത്തനങ്ങളുടെയും മറവിൽ കോടികളുടെ വൃക്ക ഇടപാടുകളും വ്യാപകമായ വ്യാജരേഖ നിർമ്മാണവും നടത്തിയെന്ന കേസിലാണ് അറസ്റ്റ്. കാസർഗോഡ് മേൽപ്പറമ്പ് സ്വദേശിയായ നജീബ് കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി കുടുംബത്തിൽ നിന്നും അകന്ന് താമസിച്ചു വരികയായിരുന്നു. മോഷണക്കേസ് ഉൾപ്പെടെ മറ്റു കേസുകളിലും പ്രതിയായിട്ടുള്ള ഇയാൾ നിലവിൽ കളനാട് വില്ലേജിലാണ് താമസിച്ചിരുന്നത്. സംസ്ഥാനത്താകെ ചർച്ചയായ കേസിൽ നിർണായക വഴിത്തിരിവായാണ് നജീബിന്റെ അറസ്റ്റ് വിലയിരുത്തപ്പെടുന്നത്. ഒളിവിലായിരുന്ന നജീബിനെ ഡൽഹിയിലെ ഗാസിയാബാദിൽ നിന്നാണ് എറണാകുളം റൂറൽ പോലീസ് പിടികൂടിയത്. നജീബിനെ കൊച്ചിയിലെത്തിച്ച് വിശദമായി ചോദ്യം ചെയ്യും. എറണാകുളം കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ച മാഫിയയ്ക്ക് വിവിധ ജില്ലകളിൽ ശൃംഖലകളുണ്ടെന്നും പോലീസ് പറയുന്നു. ഏജന്റുമാർ വഴി അവയവദാനത്തിനുള്ള ആളുകളെ കണ്ടെത്തിയിരുന്നത് നജീബായിരുന്നു എന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. എന്തായാലും കല്ലത്രാസ് മെഡിക്കൽ ടൂറിസം എന്ന വെബ്സൈറ്റ് വഴിയാണ് അനധികൃത വൃക്ക ഇടപാടുകൾ ഏകോപിപ്പിച്ചതെന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരെ ലക്ഷ്യമിട്ട് അവയവദാനത്തിന്റെ പേരിൽ വലയിലാക്കി ലക്ഷങ്ങൾ വിലമതിക്കുന്ന ഇടപാടുകൾ നടത്തിയതായും പോലീസ് കണ്ടെത്തി. ഇതിനു മുൻപ് കേസിൽ കുന്നത്തുനാട് സ്വദേശിയും സൺ കമ്മ്യൂണിക്കേഷൻസ് ഉടമയുമായ സണ്ണി വർഗീസിനെയും ഭാര്യ സിനി വർഗീസിനെയും അറസ്റ്റ് ചെയ്തിരുന്നു. നജീബിന്റെ ഭാര്യ റഷീദ ഉൾപ്പെടെ 6 പേർ ഇതിനകം കേസിൽ അറസ്റ്റിലായിട്ടുണ്ട്. പ്രതികളുടെ സ്ഥാപനങ്ങളിലും താമസ സ്ഥലങ്ങളിൽ നടത്തിയ റെയ്ഡിൽ അന്വേഷണ സംഘം ഞെട്ടിക്കുന്ന തെളിവുകൾ കണ്ടെത്തി. എംപിമാരുടെയും MLA-മാരുടെയും ജഡ്ജിമാരുടെയും പേരിൽ തയ്യാറാക്കിയ വ്യാജ ശുപാർശ കത്തുകൾ, സ്വകാര്യ ആശുപത്രികളുടെ ബ്ലാങ്ക് ലെറ്റർപാടുകൾ, വ്യാജ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റുകൾ, മെഡിക്കൽ ലാബ് രേഖകൾ എന്നിവയാണ് പിടിച്ചെടുത്തത്. കുന്നത്തുനാട്ടിലെയും പള്ളിക്കരയിലെയും കമ്പ്യൂട്ടർ സെന്ററുകൾ വഴിയാണ് ഈ രേഖകൾ തയ്യാറാക്കിയതെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. ആശുപത്രികളുടെ സീലുകളും ഒപ്പുകളും ഡോക്ടർമാരുടെ അറിവോടെയാണോ ദുരുപയോഗം ചെയ്തതെന്നും പോലീസ് പരിശോധിച്ച് വരികയാണ്. പ്രതികൾ തമ്മിൽ നടന്ന വാട്സപ്പ് സന്ദേശങ്ങൾ, ഓഡിയോ ക്ലിപ്പുകൾ, സാമ്പത്തിക ഇടപാടുകളുടെ രേഖകൾ എന്നിവയും അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. ചാരിറ്റി മേഖലയിൽ പ്രവർത്തിക്കുന്ന ചില പ്രമുഖരുടെ പങ്കും പോലീസ് പരിശോധിക്കുന്നതായി സൂചനയുണ്ട്. ചാരിറ്റി മേഖലയിൽ നടന്ന പല ഇടപാടുകളിലും ഇയാൾക്ക് പങ്കുണ്ടെന്നാണ് സൂചനകൾ പുറത്തുവരുന്നത്. അന്വേഷണത്തിൽ പുറത്തുവന്ന വിവരങ്ങൾ പ്രകാരം 20 ലക്ഷം രൂപയ്ക്ക് നടന്ന ഒരു വൃക്ക ഇടപാടിൽ അവയവം നൽകിയ വ്യക്തിക്ക് ലഭിച്ചത് വെറും 9 ലക്ഷം രൂപ മാത്രമാണെന്നാണ് കണ്ടെത്തൽ. ചില ഇടപാടുകൾ 50 ലക്ഷത്തിനും 80 ലക്ഷത്തിനും മുകളിലായിരുന്നുവെന്ന വിവരങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. അവയവദാനത്തിന്റെ മറവിൽ വലിയ രീതിയിലുള്ള അവയവ കൊള്ളയാണ് നജീബും സംഘവും നടത്തി വന്നിരുന്നത്. അതേസമയം സംസ്ഥാനത്തിന് പുറത്തേക്കും രാജ്യാന്തര ബന്ധങ്ങളിലേക്കും അന്വേഷണം വ്യാപിപ്പിക്കാനാണ് പോലീസിന്റെ നീക്കം. കേസിൽ കൂടുതൽ അറസ്റ്റുകളും നിർണായക വെളിപ്പെടുത്തലുകളും ഉടനുണ്ടാകുമെന്നാണ് അന്വേഷണ സംഘത്തിന്റെ സൂചന. എന്തായാലും ഇതൊരു രാജ്യാന്തര മാഫിയയാണോ, മറ്റു തരത്തിലുള്ള ബന്ധങ്ങളുണ്ടോ, അവയവ മാഫിയയുടെ വ്യാപ്തി എത്രത്തോളം ഉണ്ട് എന്ന കാര്യങ്ങളിലൊക്കെ പരിശോധന നടക്കുകയാണ്. എന്തായാലും അവയവദാനത്തിന്റെ മറവിൽ വലിയ രീതിയിലുള്ള അവയവ കൊള്ളയാണ് നജീബും സംഘവും നടത്തി വന്നിരുന്നത് എന്ന കാര്യത്തിൽ പോലീസ് ഏതാണ്ട് ഉറപ്പിച്ചിട്ടുണ്ട്. സംസ്ഥാനത്തിന് പുറത്തേക്കും രാജ്യാന്തര ബന്ധങ്ങളിലേക്കും അന്വേഷണം വ്യാപിപ്പിക്കും. കേസിൽ കൂടുതൽ അറസ്റ്റുകളും നിർണായക വെളിപ്പെടുത്തലുകളും ഉടൻ ഉണ്ടാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം.